നമുക്കെന്നേ ഒരു സാധനം കൊറിയർ വഴി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്കറിയാം. കാരണം എന്താ അറിയോ, നമ്മളെല്ലാവരുടെ വീട്ടിലും അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. എല്ലാവരുടെ വീട്ടിലും മിക്കപ്പോഴും എപ്പോഴും ഉണ്ടാവും ചെയ്യും. നമുക്ക് വേഗം കിട്ടി എടുക്കുക, വേഗം കിട്ടി കഴിക്കാൻ വരുന്ന ഒരു സാധനമാണ് ഇട്ടത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കല്ലേ. നല്ല സൂപ്പർ പാക്കിങ്ങിലൊക്കെ അവർ നമുക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ തുറക്കാൻ പോണു. സാധനം ഇതാ ഞാൻ എടുക്കാൻ പോകുന്നു. കണ്ടോ, നല്ല മട്ട അവിൽ, കരിമ്പാസിൻ്റെ റോസ്റ്റഡ് മട്ട അവിൽ. ഞാനിത് ഓർഡർ ആക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ, സാധാരണ അവിൽ പോലല്ല, ഇത് റോസ്റ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ. നമ്മളെ പണി വളരെ എളുപ്പമാണ്. അപ്പം നമുക്ക് അവിലൊക്കെ വറുത്ത് കഴിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചട്ടി ചൂടാക്കി അവിലയിലിട്ട് വറുത്ത് ഉണ്ടാക്കുകയൊക്കെ വേണ്ടേ. ഇതൊന്നും നിൽക്കണ്ട, വേഗത പേക്ക് പൊട്ടിക്കുക, എടുക്കുക, കറുമുറും തിന്നുക. ഞാൻ 2 പേക്ക് ഓർഡർ ആക്കിയിട്ടുണ്ട്. കണ്ട, ഈ പാക്കിങ് നല്ല ഭംഗിയുണ്ടല്ലേ. നമുക്ക് തിരിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. റിച്ച് ഇൻ ഫൈബർ, ഗ്ലൂട്ടൻ ഫ്രീ, ഗുഡ് ഫോർ ഹാർട്ട്, ഈസി ടു ഡൈജസ്റ്റ്, സേഫ് ഫോർ ഡയബറ്റിക്, റിച്ച് ഇൻ അയേൺ ഇത്യാദി കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു അവിലിൽ. അതെ, ഇത്രയും പറയുമ്പോഴേ എനിക്കിതൊന്ന് പൊട്ടിച്ച് കഴിച്ചോ കാഞ്ഞിട്ടേ ഭയങ്കര കൊതി വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ച് കഴിച്ചും കൂടി നോക്കണ്ടേ. നമ്മൾ അവിൽ കണ്ടോ. അപ്പം ഞാനേ കുറച്ചൊന്ന് എടുത്ത് നോക്കി കഴിച്ചോ കേട്ടോ. ഇത് കൈ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, നല്ല ആ സൗണ്ടില്ലേ, കണ്ടോ, കേൾക്കുണ്ടോ നിങ്ങൾ? കുറും അവിൽ കൊതിയന്മാരെ കൊതിച്ചുകളെ വേഗം വാങ്ങി കഴിച്ചോളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാ അവിലുകളും ഒരേ ടേസ്റ്റ് അല്ലല്ലോ, ഇതിൻ്റേതായിട്ടുള്ള പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട്. ഇത് കഴിക്കുമ്പോഴേ ഇങ്ങനെ വെറുതെ കഴിച്ചോണ്ടിരിക്കാൻ തോന്നുകയാണേ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ കഴിച്ചോണ്ടിരിക്കല്ല, നമുക്ക് തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കി നോക്കല്ലേ. അപ്പോൾ അതെങ്ങനെയുള്ള നോക്കാം. അപ്പോൾ നമ്മൾ ചിരളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അവിൽ റെസിപ്പിക്കായിട്ട് ആദ്യം തന്നെ ഗ്യാസൊക്കെ ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല വെളിച്ചെണ്ണ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഞാനിങ്ങനെ 2 ഭാഗമാക്കി വെച്ചിട്ടുണ്ട്. അത് ആ ഒരു വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്നങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോഴേ തീ കൂട്ടി വെക്കണ്ട കേട്ടോ. ആദ്യം നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം തീ അങ്ങോട്ട് കുറച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് മൂത്ത് കിട്ടും, കരിയാതെ. അപ്പോൾ ഈ രീതിയിൽ മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ട് അങ്ങോട്ട് മൂത്തിട്ടില്ല, എന്നാൽ അത്യാവശ്യം മൂത്തും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സൈഡിലേക്ക് മാറ്റിയിട്ട് അടുത്ത പരിപാടി ചെയ്യാം. ഇനി ചേർക്കണു നിലക്കടല, അഥവാ ഞങ്ങളുടെ നാട്ടിലെ കടല. ഇത് വറുത്ത കടലയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ വറക്കണത് ചെറിയ രീതിയിലൊരു ആ ഒരു എല്ലാതും കൂടി ഒരു വറവ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതലൊന്നും വറുക്കണ്ട, തൊലിയൊന്നും കളയാതെയാണ് കേട്ടോ വറുക്കണത്. ഇത് ശരിക്കും വറുത്ത കടലയാണ്, ഒന്നും കൂടി ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് വറുക്കാണ്. ഇതും ചെറിയ രീതിയിൽ മൂത്തു. ഇവനെ നമുക്ക് സൈഡിലേക്ക് അങ്ങോട്ട് നീക്കിയിട്ട് ചേർക്കാൻ പോണു പൊട്ടുകടല. പൊട്ടുകടലയും വറുത്ത തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നങ്ങോട്ട് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് വറുക്കണത്. ഇനി ഇവന്മാരെല്ലാവരും കൂടി യോജിപ്പിച്ച് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും ഞാൻ തീ ചെറുതായിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ, കരിയാതിരിക്കാൻ. ഇനി നമ്മളിതാ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ തൊലിയോട് കൂടി അടർത്തിയെടുത്തിട്ട് ആ ഒരു കുത്തുണവരിലേക്ക് അങ്ങോട്ട് ഇട്ടു ഒന്നങ്ങോട്ട് കുത്തി പൊട്ടിക്കുക. ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു വെളുത്തുള്ളിനെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു കടല മിക്സിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഈ കടലേനൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചതച്ച് വെച്ച വെളുത്തുള്ളിനെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ച് കൊടുക്കണം. അപ്പോഴേ വെളുത്തുള്ളീൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ല മണമാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. ഇനി നമുക്ക് ഇവന്മാരെ വീണ്ടും കടലേക്ക് അങ്ങോട്ട് ചേർക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. തീയൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചേർത്തേന്ന കടലയൊക്കെ കരിഞ്ഞു പോകും. ഇപ്പോൾ നല്ല പാകത്തിന് വെന്ത് നിൽക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഇനി നല്ല നാടൻ കറിവേപ്പില ഊരി ചേർത്ത് കൊടുക്കാണ്ട്. കറിവേപ്പില ഈ ഒരു സമയത്ത് ചേർത്താൽ എന്താ അറിയോ, അധികം കരിയാതെ ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നമുക്ക് കിട്ടും. നല്ല വാസനയാണ് കേട്ടോ. ഇപ്പോൾ ആ ഒരു വെളുത്തുള്ളീൻ്റെയും കറിവേപ്പിലേൻ്റെയൊക്കെ ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിങ്ങനെ മൂത്ത് ഇങ്ങനെ വരുന്ന ആ ഒരു വാസന. അങ്ങനെ നമ്മൾ ചേർത്തിട്ടുള്ള കറിവേപ്പിലൊക്കെ കണ്ടോ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനെ ഒന്നുകൂടി കളർ ചേഞ്ച് ആക്കി മാറ്റണ്ടേ. അപ്പോൾ ഇതിന് കുറച്ച് പൊടികൾ ചേർക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ചേർക്കണത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടിയാണ്. ഇനി കുറച്ചൊരു എരിവിനും കളറിനും വേണ്ടിയിട്ട് നല്ലൊരു കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണേ. കുറച്ച് എരിവേ ഉണ്ടാവുള്ളൂ, കളറ് നല്ല പോലെ ഉണ്ടായിക്കോളും. ശ്രദ്ധിക്കേണ്ട കാര്യം തീയാണേ നന്നായിട്ട് കുറച്ച് വെക്കണം. മുളക് പൊടീൻ്റെ ആ ഒരു പച്ച ആ ഒരു ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ. ഉപ്പിൻ്റെ ആവശ്യം നമുക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർക്കണേ. നമ്മൾ ഐറ്റംസൊക്കെ ഏറെക്കുറെ എല്ലാം റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഐറ്റത്തിൽ ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്, കരിമ്പാസ് റോസ്റ്റഡ് മട്ട അവിൽ. അപ്പോൾ ഇത് കൂടുതൽ നേരം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ആദ്യം തന്നെ റോസ്റ്റ് ചെയ്ത് വരുന്നതായതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒന്നും കൂടി ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് മാറ്റട്ടെ. അങ്ങനെ നമ്മളെ കരിമ്പാസ് മട്ട അവിൽ കരിമ്പാസ് മിക്സ്ചറാക്കാൻ പോവുകയാണേ.
ആ ഒരു കടലേക്കൊക്കെ അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മളിതിൽ ആദ്യം ചേർത്തിട്ടുള്ള ആ ഒരു കടലയും അണ്ടിപ്പരിപ്പും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും എല്ലാം കൂടി നല്ലൊരു ഫ്ലേവറല്ലേ വന്നിരുന്നത്. ആ ഒരു ഫ്ലേവറൊക്കെ ഈ അവിലേക്ക് അങ്ങോട്ട് പിടിച്ച് കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആവും കേട്ടോ. പിന്നെ അധികം നേരം ഒന്നും ഇളക്കണ്ട. എല്ലാ ഭാഗത്തേക്കും നമ്മൾ ചേർത്തിട്ടുള്ള ചേരുവകളായിട്ടുണ്ട്, അവിലിൻ്റെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. അപ്പോൾ വേഗം ഗ്യാസ് ഞാൻ ഓഫാക്കിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയും ചെറിയ സിമ്മിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വാങ്ങാം. ഒന്നങ്ങോട്ട് ചൂടാറിയാൽ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് ഇതാ പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണേ. എന്ത് ഭംഗിയാലേ കാണാൻ. ഇത് കഴിക്കാനോ നന്നായിട്ട് കൊതി പിടിച്ചിരിക്കുന്നുണ്ട് ഞങ്ങൾ. കുറേ സമയത്തിന് ശേഷം ഒരുപാട് നേരം വീഡിയോ എടുത്ത് നിന്നു മനു. കാരണം ഈ ഒരു ബോക്സിന്റെ ഒരു ഭംഗിയോണ്ട്, ബോക്സ് അല്ല കേട്ടോ ഈ ഒരു കവറിന്റെ അല്ലേ, നല്ല രസമുണ്ട്. പാക്ക് ചെയ്തൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഓരോ പാക്കിങ് എടുത്ത് കാണൂലേ, പെട്ടെന്ന് കാണും. ചോപ്പ് കളറൊക്കെ ശരിയാണ്. എന്റെ ഡ്രസ്സ് അതൊരു കളറായി. പക്ഷെ ഈ പ്രൊഡക്റ്റിനെ പറ്റി എനിക്കും കൂടുതൽ പറയാനുണ്ട്. കാരണം നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ കരിമ്പാസിന്റെ ഔലാണ്, സാധാ ഔല്, നാടൻ ഔല്, ഇവരെ ഔല് നല്ല രസമാണ്. അത് ചോദിച്ചു വരും ആൾക്കാർ. നമ്മളെ ഹോട്ടലിലും നമ്മളെ പീടിയയിലും ഒക്കെ ഇത് നന്നായിട്ട് പീടിയല്ല, കീശ്ശേരി അങ്ങാടിയിൽ അധികം എല്ലാവരും ഇത് തന്നെയാണ് കൂടുതൽ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിത് പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ടല്ല തോന്നുന്നത്. എനിക്ക് ആദ്യം അറിയാം ഈ പ്രോഡക്റ്റ്. ഇതിന്റെ പൊരിയാവലുണ്ട്, ഇതുണ്ട്, സാധാ ഔലുണ്ട്. സാധാ ഇത് കഴിച്ചില്ല, മട്ടാവല് ഞാൻ കഴിച്ചില്ല. ഞാൻ കഴിച്ചത് സാധാ ഔലും പൊരിയാവലുമാണ്. പൊരിയാവലും ഉണ്ട് ഇതേപോലെ പാക്കിങ്, നല്ല അടിപൊളി പാക്കിങ്ങിൽ തന്നെ പൊരിയാവല്. അതേപോലെ നമ്മൾ അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കാൻ അതെടുക്കല്. അത് സാധനം നമുക്ക് ആദ്യം അറിയുന്ന സാധനമാണ്. പക്ഷെ എല്ലാവർക്കും അറിയുമോന്ന് അറിയില്ല. എനിക്കറിയില്ലായിരുന്നില്ല കേട്ടോ, എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നില്ല. ഇവിടെ ഞാൻ വിനാടിനോട് അവിൽ കൊണ്ടുവരാൻ പറയുമ്പോൾ ഇവിടെ എവിടെന്നെങ്കിലും കടയിൽ നിന്നൊക്കെ വാങ്ങി. പക്ഷേ ഈ സാധനം കിട്ടിയിട്ടില്ല, അത് ആദ്യമായിട്ടാണ്. ഇതെന്താണ്, അവില് കടയിൽ വന്നാണ്ട് ആൾക്കാർ അവിലുണ്ട് വയ്ക്കും. അപ്പൊ നമ്മൾ ഈ അവിലുണ്ട് കയറി അപ്പൊ എങ്ങനെ കഴിച്ചു നോക്കണം, അവർക്ക് ടേസ്റ്റ് അറിഞ്ഞാലേ അവർക്ക്, ചിലർക്ക് ഇതിന്റെ ടേസ്റ്റ് പ്രത്യേകം മനസ്സിലാവുന്ന തോന്നുന്നത്. എന്നിട്ട് കഴിച്ചു നോക്കുമ്പോ ഓക്കെയാണ്. വേറൊന്നും നമ്മൾ പറഞ്ഞ് ആൾക്കാരെ മയക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേഗം ഒരു വരും കഴിക്കും, ടേസ്റ്റ് നോക്കും. എടുത്തോ, 1 കിലോ എടുത്തോ, 1 കിലോ എടുത്തോ പറഞ്ഞിട്ട് ഓലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് കഴിക്കും. ഞാൻ ഇതിന്റെ അവസ്ഥ എന്താ നോക്കട്ടെ. അതെ, അതായത് സാധാ മിക്സർ കഴിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ആ കായത്തിന്റെ ആ ഫ്ലേവറും പിന്നെ നമ്മളിട്ട് ആ വെളുത്തുള്ളിൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ടല്ലോ, എനിക്ക് നല്ല ഇഷ്ടമൊക്കെ. അതിലെ വെളുത്തുള്ളി മാത്രം കണ്ടാൽ ഞാൻ മാത്രം കഴിക്കും. എനിക്ക് അത്രയും ഇഷ്ടമാണ് ആ സാധനം. അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി ഫില്ലായി ഇങ്ങനെ ആ ഒരു സെറ്റായി ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല ക്രിസ്പിയാണ്. വെള്ളം വരില്ല അവിടുന്ന് അതേപോലെ നിൽക്കില്ല. ഈ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട മിച്ചർ ആദ്യമായിട്ടില്ല, അല്ലാത്ത മിച്ചറൊക്കെ കുറെ കഴിച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇടാതെയും കഴിക്കാം. ഫ്ലേവറൊക്കെ വരുമ്പോഴേ നമുക്ക് ആ പ്രീമിയം ടേസ്റ്റ് നല്ലോണം കിട്ടുന്നുണ്ട്. അങ്ങനെ അടിപൊളി പൊളിച്ച്. ഈ അവലൊക്കെ നോക്കിയാണെങ്കിൽ അവലിമിക്കൊക്കെ അങ്ങോട്ട് ചേർന്നിട്ട് അവന്റെ കളറൊക്കെ മാറി. അതല്ലേ ഞാനോട് പറഞ്ഞത്. കുറച്ച് സമയം കൂടെ ഇളക്കിയപ്പോഴേക്കേ ആ ഒരു കാശ്മീരി മുളക് പൊടിന്റെ ആ ഒരു കളറൊക്കെ ആക്കി പിടിച്ചു. പിന്നെ മനു ഇത് കുറേ ദിവസം എടുത്ത് വെക്കും ചെയ്യട്ടോ. നല്ല കുപ്പിയിലാക്കി, എയർടൈറ്റുള്ള കുപ്പിയിലാക്കിയിട്ടുണ്ട് അടച്ചു വെച്ചാലും ഒന്നും ആവില്ല. അപ്പൊ അങ്ങനെയൊക്കെ കേട്ടോ കരിമ്പാസ് മട്ടാവിലിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതുവരെ വാങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിയവർക്ക് എന്തായാലും ഇപ്പോൾ നേരത്തെ മനു പറഞ്ഞ പോലെ ഇതിൻ്റെ ആ ഒരു പ്രത്യേകതകളും ഇതിൻ്റെ ടേസ്റ്റും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ വാങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വേഗം വാങ്ങണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി തൊട്ടെടുക്കാം. അപ്പോഴാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ കേട്ടോ. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അതേപോലെ അവിൽ മിക്സ്ചർ ഇതുവരെ ഉണ്ടാക്കാത്തവർ വേഗം ഉണ്ടാക്കി നോക്കുന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.